ഹായ് സാർ, ഷൂട്ടൊക്കെ ഷെഡ്യൂൾ ബ്രേക്ക് ആയില്ലേ? ദൃശ്യത്തിൽ പൊളിച്ചെടുക്കുന്നൊക്കെ ഉള്ള ആൾക്കാർ പറയണം. ഇപ്രാവശ്യം കേസ് തെളിഞ്ഞു. ദൃശ്യം 4 ഓൾറെഡി പറഞ്ഞല്ലോ. ഇതെപ്പം ജയിച്ചില്ലേ? ഞങ്ങൾക്ക് ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല. ഒരു 15-20 ഡേയ്സ് കഴിഞ്ഞു. ഇനി ഒരു 20-25 ഡേയ്സ് പള്ളി കാണുമ്പോൾ തന്നെ വലിയ മാറ്റം. താങ്ക് യു. പോട്ടെ എന്നാൽ. വരുൺ വരുമെന്ന് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് പോയി. എന്തൊക്കെ അറിയണം. എങ്ങോട്ടെങ്കിലും ജോർജ് കുട്ടി നോക്കും. നമ്മളെല്ലാം പറഞ്ഞ അതിനൊരു സിനിമ കാണുമ്പോൾ ഒരു ഫീൽ പോവില്ലേ? നന്നായി പ്രതീക്ഷിക്കുന്നു. പിന്നെ ആളുകളുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാന്നുള്ളതാണ്. തുടങ്ങുമ്പോൾ പിന്നെ എല്ലാവരും ഒരു ഓവർസിയേഴ്സ് ആണെങ്കിലും നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് പടം ചെയ്യുന്നു, കഴിയുന്നു, പോകുന്നു. ലാലേട്ടനാണെങ്കിലും ഇപ്പോൾ പുരസ്കാരമൊക്കെ നേടിയതിനു ശേഷമാണല്ലോ സില്ലിങ് വരുന്നത്. അതിനുശേഷം ലാലേട്ടനോടൊപ്പം ഷെയർ ചെയ്യുമ്പോൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് ലാലേട്ടൻ? ലാലേട്ടനിക്ക് ഇതുപോലെ ഒത്തിരി അവാർഡ് കിട്ടിയിട്ടുള്ളതുകൊണ്ട് അങ്ങൾക്ക് ഇത് അങ്ങനെ ഒരു ഓഫ്കോഴ്സ് വലിയൊരു കാര്യമാണ്. ബട്ട് അങ്കിൾ എപ്പോഴും വളരെ ഹമ്പിൾ. നമുക്കിപ്പോൾ സംസാരിക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കുറച്ച് ശ്വാസം തരും.